So guys, welcome back to the channel Neat Physics. ഞാൻ ഗോപു ചന്ദ്രൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഓസിലേഷൻസിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇതിനു മുൻപുള്ള പാർട്സും ചാപ്റ്റേഴ്സും കാണാത്തവർക്ക് വേണ്ടി ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഈ ഒരു ഭാഗം കാണുന്നതിന് മുമ്പ് തിയറി പഠിച്ചിട്ട് വരാം. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, a particle of mass m oscillates along x-axis according to the equation x equal to a sin omega t. Graph between momentum and displacement ആണ് ചോദിക്കുന്നത്. Okay, momentum versus displacement graph in SHM എന്തായിരിക്കും? സ്ട്രെയിറ്റ് ആണോ? അല്ല. അത് നോട്ട് ചെയ്യണം. നമുക്കറിയാം വെലോസിറ്റി വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എലിപ്സ് ആണ്. അറിയാത്തവർ നോട്ട് ചെയ്യുക. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എന്ന് പറയുന്നത് എലിപ്സ് ആണ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. മൊമെന്റം എന്ന് വെച്ചാൽ എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? ഒരു മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ ഉള്ളൂ. എന്ത് സംഭവിക്കും? ഗ്രാഫിന്റെ മാറ്റമൊന്നും വരില്ല. അതും തന്നെയായിരിക്കും. വെലോസിറ്റി മാറ്റി നിങ്ങൾ മൊമെന്റം വെക്കുകയാണെങ്കിൽ ഗ്രാഫ് തന്നെയായിരിക്കും, എലിപ്സ് തന്നെയായിരിക്കും കിട്ടുന്നത്. എലിപ്സ് തന്നെയായിരിക്കും കിട്ടുന്നത്. ഓപ്ഷൻ സി. ഓക്കെ, എക്സലറേഷൻ ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എന്താ? സ്ട്രെയിറ്റ് ലൈൻ ആണ് വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. അത് നോട്ട് ചെയ്യുക. അറിയാത്തവരാണെങ്കിൽ നോട്ട് ചെയ്യുക. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് സൈനസോയിഡൽ കർവ്, സൈൻ കർവ് അല്ലെങ്കിൽ കൊസൈൻ കർവ് ആയിരിക്കും. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് 2SHM സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് ഒന്നിന്റെ ആംഗുലർ ഫ്രീക്വൻസി 100ഉം രണ്ടാമത്തേതിന്റെ 1000ഉം തന്നിട്ടുണ്ട്. സെയിം ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് ദെയർ മാക്സിമം എക്സലറേഷൻ. സോ മാക്സിമം എക്സലറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായിരുന്നു ഇക്വേഷൻ? മാക്സിമം എക്സലറേഷൻ a omega സ്ക്വയർ അല്ലേ? സോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു omega സ്ക്വയർ ആണ്. അപ്പൊ എക്സലറേഷന്റെ റേഷ്യോ എന്തായിരിക്കും? ω1/ω2 ഹോൾ സ്ക്വയർ ചെയ്താൽ മതി. ω1 കാരണം ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10/1000 100/1000 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. 1/10 സ്ക്വയർ എന്ന് കിട്ടും. 1/100 എന്ന് കിട്ടും. 1/100 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി 1/10 സ്ക്വയർ. ഓക്കെ, അടുത്ത ചോദ്യം. ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആൻഡ് എക്സലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ സിസ്റ്റം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എക്സ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ a sin omega t ആണെന്ന് വിചാരിക്കും. അപ്പൊ വെലോസിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? dx/dt ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ a omega cos omega t എന്ന് കിട്ടും. ഇനി എക്സലറേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? dv/dt ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് മൈനസ് a omega സ്ക്വയർ sin omega t എന്ന് കിട്ടും. അപ്പൊ വെലോസിറ്റി cos omega t യും എക്സലറേഷൻ sin omega t യും ആണ്. ഈ sin തീറ്റയും cos തീറ്റയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ്? sin തീറ്റയും cos തീറ്റയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാ? 90 ഡിഗ്രി അല്ലേ? എന്നുവെച്ചാൽ π/2 0.5π 0.5π. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM ഓഫ് ആംപ്ലിറ്റ്യൂഡ് 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് 5 സെന്റിമീറ്ററും Vmax 31.4 സെന്റിമീറ്റർ പെർ സെക്കൻഡ് തന്നിരിക്കുന്നത് അല്ലേ? കുഴപ്പമില്ല. രണ്ടും സെന്റിമീറ്ററിൽ തന്നെ തന്നിരിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. സോ വി നോ മാക്സിമം വെലോസിറ്റി എന്ന് വെച്ചാൽ a omega ആണ്. അപ്പൊ ഒമേഗ ഈക്വൽ ടു എന്ത് കിട്ടും? Vmax/a ചെയ്താൽ മതി. 31.4 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം? 5 അടിയിരിക്കട്ടെ. അപ്പൊ t ഈക്വൽ ടു എന്താ? 2π/ω ആണ് അല്ലേ? t ഈക്വൽ ടു 2 × 3.14 ഒമേഗയ്ക്ക് 31.4/5 എന്ന് കൊടുക്കുക. ഒമേഗയ്ക്ക് 31/4/5 ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 2 × 5 × 3.14/31.4. യു വിൽ ഗെറ്റ് 1 എന്ന് കിട്ടും. 1 കിട്ടും. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി എന്ന് കിട്ടും. അടുത്ത ചോദ്യം. The particle executing SHM has kinetic energy തന്നിട്ടുണ്ട് അല്ലേ?
കൈനറ്റിക് എനർജി K0 into cos square omega t. അങ്ങനെയാണെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജിയും അതുപോലെ മാക്സിമം വാല്യൂ ഓഫ് ടോട്ടൽ എനർജി എന്താണെന്ന് ചോദ്യം. ഈ മാക്സിമം വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നതും മാക്സിമം വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നതും ടോട്ടൽ എനർജി എന്ന് പറയുന്നതൊക്കെ എന്താണ്? സെയിം ആണ്. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും സെയിം ആണ് കിട്ടുക. രണ്ടും സെയിം കിട്ടുന്ന ഒറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ. രണ്ടും സെയിം കിട്ടുന്ന ഓപ്ഷൻ സി മാത്രമല്ലേ ഉള്ളൂ. കൺസെപ്റ്റ് മനസ്സിലായോ? മാക്സിമം കൈനറ്റിക് എനർജി ഇതിന്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും? K0 ആയിരിക്കും അല്ലേ? വെൻ cos square theta 1 ആകുമ്പോൾ cos square theta 1 ആകുമ്പോഴാണ് മാക്സിമം കൈനറ്റിക് എനർജി കിട്ടുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ എനർജി. ഓക്കെ, അത് നോട്ട് ചെയ്യുക. ശരിക്കും കൈനറ്റിക് എനർജിന്റെ അത് കൂടി നോട്ട് ചെയ്യുക. കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു m ഒമേഗ സ്ക്വയർ a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഡിസ്പ്ലേസ്മെന്റ് ആണ് തന്നിരിക്കുന്നെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ ഹാഫ് m ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയറും ടോട്ടൽ എനർജിന്റെ ഇക്വേഷൻ ഹാഫ് m ഒമേഗ സ്ക്വയർ ആംപ്ലിറ്റ്യൂഡ് a സ്ക്വയറുമാണ്. എന്നുവെച്ചാൽ ഇവർ തമ്മിലുള്ള റേഷ്യോ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും തമ്മിലുള്ള റേഷ്യോ എങ്ങനെയായിരിക്കും? a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസ് ടു എക്സ് സ്ക്വയർ ഈസ് ടു a സ്ക്വയർ ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ചോദ്യം നോക്കുക. പൊട്ടൻഷ്യൽ എനർജി ഓഫ് SHM when particle is half of its end point. അതായത് ഇതാണ് നമ്മുടെ മെയിൻ പൊസിഷൻ എന്ന് വിചാരിക്കും. ഇത് നമ്മുടെ എക്സ്ട്രീം പൊസിഷൻ. at x equal to a/2 at x equal to a/2 what is the potential energy എന്നാണ് ചോദിക്കുന്നത് അല്ലേ? നമുക്കറിയാം ടോട്ടൽ എനർജി E എന്ന് പറയുന്നത് ഹാഫ് m ഒമേഗ സ്ക്വയർ a സ്ക്വയർ ആണ്. ഈ ഉദ്ദേശിക്കുന്ന ടോട്ടൽ എനർജിയാണ് ഹാഫ് m ഒമേഗ സ്ക്വയർ a സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഹാഫ് m ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ആണ്. ഹാഫ് m ഒമേഗ സ്ക്വയർ എക്സിന് a/2 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഹാഫ് m ഒമേഗ സ്ക്വയർ a സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. ഇനി ഹാഫ് m ഒമേഗ സ്ക്വയർ a സ്ക്വയറിന് എന്ത് കൊടുക്കുക? e എന്ന് കൊടുത്താൽ മതി. അപ്പൊ e/4 എന്ന് കിട്ടും. e/4 എന്ന് കിട്ടും. ഓപ്ഷൻ സി. ഓപ്ഷൻ സി എന്ന് കിട്ടും. അടുത്ത ചോദ്യം. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഗ്രാഫ് പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എന്തായിരിക്കും? അതാണ് ചോദ്യം. പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എന്താ? പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു m ഇൻറ്റു ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. സോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ ആണ്. ഗ്രാഫ് എന്തായിരിക്കും? പാരബോള ആയിരിക്കും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സിന്റെ പവർ 2 ആണെങ്കിൽ ഗ്രാഫ് എന്തായിരിക്കും? പാരബോള ആയിരിക്കും. അപ്പൊ സിയും ഡിയും നിങ്ങൾക്ക് നെഗ്ലക്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ ഗ്രാഫ് എഴുതുന്നത് ഞാൻ പറയാം, അത് നോട്ട് ചെയ്ത് വെക്കുക. 3 ഗ്രാഫ് ഞാൻ പഠിപ്പിച്ചു തരാം. ഇങ്ങനെ ഒരു ഗ്രാഫ്. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രാഫ്, ഇങ്ങനെ ഒരു ഗ്രാഫ്. ഇത് നമ്മുടെ x ഈക്വൽ ടു 0 ആണ്. ഇത് x ഈക്വൽ ടു നമ്മുടെ x ഈക്വൽ ടു 0. ഇത് x ഈക്വൽ ടു പ്ലസ് a. ഇത് x ഈക്വൽ ടു മൈനസ് a. ഈ പൊസിഷൻ ആദ്യം ഞാൻ ഗ്രാഫ് വരയ്ക്കാന്ന് പറയാം. ഈ ഒരു കോൺസ്റ്റന്റ് ലൈൻ നമ്മുടെ ടോട്ടൽ എനർജി. കോൺസ്റ്റന്റ് ലൈൻ നമ്മുടെ ടോട്ടൽ എനർജി. ഓക്കെ, ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? മെയിൻ പൊസിഷനിലായിരിക്കും 0, എക്സ്ട്രീം പൊസിഷനിൽ മാക്സിമം ആയിരിക്കും. എക്സ്ട്രീം പൊസിഷനിൽ മാക്സിമം. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ഉത്തരം നമുക്ക് A ആണ് കിട്ടുന്നത്. ഓക്കെ, ക്വസ്റ്റിന്റെ ഉത്തരം നമുക്ക് A ആണ് കിട്ടുന്നത്. ഇനി ഈ റെഡ് കളർ ഗ്രാഫ് എന്തായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? ദിസ് ഈസ് നമ്മുടെ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ മെയിൻ പൊസിഷനിലായിരിക്കും മാക്സിമം, എക്സ്ട്രീം പൊസിഷനിൽ 0 ആയിരിക്കും. ഈ 2 പോയിന്റും ശ്രദ്ധിച്ചോ. ഈ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ. ഓക്കെ, ആ ഒരു വാല്യൂ എന്ന് പറയുന്നത്, ഈ 2 വാല്യൂ എന്ന് പറയുന്നത് x ഈക്വൽ ടു a/√2 ആണ്. അറ്റ് x ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് a/√2.
at x equal to plus or minus a by root 2. Plus a by root 2 അല്ലെങ്കിൽ minus a by root അവിടെ എന്തായിരിക്കും? Kinetic energyയും potential energyയും equal ആയിരിക്കും. Kinetic energy, potential energy equal ആയിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ ഒരു ചോദ്യം നോക്കുക. Displacement between maximum potential energy and maximum kinetic energy. ഞാൻ ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ. നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ മീൻ പൊസിഷൻ അല്ലേ? ഇത് നമ്മുടെ എക്സ്ട്രീം പൊസിഷൻ. ഇവിടെ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും, കൈനറ്റിക് എനർജി മിനിമം ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെയും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും, എക്സ്ട്രീം പൊസിഷനിൽ കൈനറ്റിക് എനർജി മിനിമം. മെയിൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും മിനിമം വരുന്ന, കൈനറ്റിക് എനർജി എന്തായിരിക്കും? മാക്സിമം. അപ്പൊ മാക്സിമം കൈനറ്റിക്കും മാക്സിമം പൊട്ടൻഷ്യലും തമ്മിലുള്ള ദൂരം എന്താ? ഇതല്ലേ ദൂരം അല്ലെ? പ്ലസ് എ, ആംപ്ലിറ്റ്യൂഡ് പ്ലസ് എ ആകാം, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മൈനസ് എ. അപ്പൊ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ബി. പ്ലസ് ഓർ മൈനസ് എയിലാണ് മാക്സിമം കൈനറ്റിക് എനർജി മാക്സിമം പൊട്ടൻഷ്യൽ എനർജി തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. A linear simple harmonic oscillator of force constant തന്നിട്ടുണ്ട് 2 into 10 raised to 6 Newton per meter എന്ന് തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട് 0.01 മീറ്റർ. മെക്കാനിക്കൽ എനർജി, ടോട്ടൽ എനർജി തന്നിരിക്കുന്നത്. ടോട്ടൽ എനർജിന്റെ ആവശ്യം നമുക്കില്ല. ചോദ്യം പൊട്ടൻഷ്യൽ എനർജി എന്താണെന്നാണ്. പൊട്ടൻഷ്യൽ എനർജി എന്താണെന്നാണ് ചോദ്യം. സോ പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ എന്താ? സ്പ്രിങ്ങിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. ഹാഫ് ഇൻറ്റു 2 into 10 raised to 6 into 0.01 whole square ചെയ്യുക. 2 cancel ആവും. 10 raised to 6 into 10 raised to -4 കിട്ടും. 100 എന്ന് കിട്ടും. 100 വരുന്നത് ഓപ്ഷൻ സി. ഓപ്ഷൻ സി എന്ന് കിട്ടും. സോ നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. In a simple harmonic motion, displacement is 1/2 of amplitude, x equal to a by 2. What fraction of total energy is kinetic? At x equal to a by 2 ല് kinetic energy by total energy എന്താണെന്നാണ് ചോദ്യം. ഞാൻ ഓൾറെഡി പഠിപ്പിച്ചു. റേഷ്യോ a square minus x square by a square ആണ് അല്ലേ? ഇവിടുന്ന് നിങ്ങൾക്ക് a equal to 2x എന്ന് കൊടുക്കാം. a equal to എന്ത് കൊടുക്കുക? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2x ആണ്. അപ്പൊ 2x d whole square minus x square by 2x the whole square എന്ന് കിട്ടും. 4x square minus x square by 4x square എന്ന് കിട്ടും. 3x square by 4x square എന്ന് കിട്ടും. 3 by 4 എന്ന് കിട്ടും. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മളങ്ങനെ ഓസിലേഷന്റെ 2 പാർട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാർട്ട് കൂടി ഉണ്ടാവും. അത് നമ്മൾ ഇപ്പൊ ചെയ്യും, അടുത്ത ക്ലാസ്സിൽ ചെയ്യും. അതുവരെ ബൈ, സീ യു, ടേക്ക് കെയർ. Thank you.